തൊടേണമേ ആരാധനേ യേശുവേ. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാറാനാത്ത ശുശ്രൂഷകളിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി നിങ്ങളിലേക്കെല്ലാം സമൃദ്ധമായിട്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധമായ ശക്തി നമ്മളിലേക്ക് ആവസിക്കാൻ വേണ്ടി എല്ലാവർക്കും ചേർന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് സമൃദ്ധമായിട്ട് വർഷിക്കണമേ. ഈശോയെ, അങ്ങയുടെ ജീവദായകമായ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകാൻ അങ്ങ് ഇടപെടണമേ. സഭയിൽ ശിഷ്യന്മാർ വചനം പ്രഘോഷിച്ചപ്പോൾ ഹൃദയം നുറുങ്ങി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ദൈവജനം ഓടി വന്നതുപോലെ കർത്താവായ യേശുവെ, വചനം കേൾക്കുമ്പോൾ അങ്ങയുടെ പ്രിയപ്പെട്ട ജനത്തിൻ്റെ ഹൃദയത്തിൽ നുറുങ്ങലുണ്ടാകട്ടെ. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന് വേണ്ടി കൊതിച്ച് എല്ലാവരും ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് 39-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ തിരുവചനമാണ്. വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: മനുഷ്യൻ നിഴൽ മാത്രമാണ്, അവൻ്റെ ബദ്ധപ്പാട് വെറുതെയാണ്. മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വചനം പറയാണ്, മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. നമ്മളെല്ലാവരും സമ്പാദിച്ചു കൂട്ടുന്നവരായിരിക്കാം, പക്ഷെ ആരാണ് ഇത് അനുഭവിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. നമ്മൾ പറയായിരിക്കും, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ പങ്കാളിക്ക് വേണ്ടി, അടുത്ത തലമുറയ്ക്ക് വേണ്ടി. ചില ആൾക്കാർ പറയാറ്, അച്ഛാ ഞാനൊരു 5 തലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ബൈബിൾ പറയാണ്, മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, അതാരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. അവൻ അറിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മോളെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. അവൾ കോളേജിൽ പഠിക്കുകയാണ്. ഒറ്റയൊരു മോളേ ഉള്ളൂ. ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയി ഒത്തിരി കഷ്ടപ്പെട്ട് ബിസിനസ് എല്ലാം ചെയ്ത് ധാരാളം സമ്പാദിച്ച് അദ്ദേഹം കൂട്ടിയിട്ടുണ്ട്. ലക്ഷങ്ങളും കോടികളൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം എല്ലാം സമ്പാദിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അവൾക്ക് കുറച്ച് പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവളൊരു അന്യജാതിക്കാരനുമായിട്ട് ഭയങ്കര പ്രേമത്തിലായി. ആ അപ്പൻ്റെ ചങ്ക് തകർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞ പ്രകാരമാണ്, ആ വ്യക്തി ദൈവത്തിന് കൊടുക്കേണ്ട സമയമോ ദൈവത്തിന് കൊടുക്കേണ്ട പണമോ ദൈവത്തിന് കൊടുക്കാതെയൊക്കെ എല്ലാം സമ്പാദിച്ചു കൂട്ടിയൊരു വ്യക്തിയാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? അതാരാണ് അനുഭവിക്കാൻ പോകുന്നത് അയാൾക്ക് അറിയത്തില്ല. ഇപ്പോൾ അയാളുടെ മനസ്സ് നുറുങ്ങി. മകൾ അനുഭവിക്കും, മകളുടെ കുടുംബം അനുഭവിക്കും, തലമുറകൾ അനുഭവിക്കുന്ന വിചാരിച്ചത്. പക്ഷേ ആരാണ് ഇത് അനുഭവിക്കാൻ പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല, അവൾ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, നീ സമ്പാദിച്ചു കൂട്ടുന്നുണ്ടായിരിക്കും, ഒരുപാട് നീ ബദ്ധപ്പാട് സഹിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഇതാരാണ് നീ അനുഭവിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ മുമ്പിലിരുന്ന് നമ്മുടെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കാതെ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുഴുവൻ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തിയേ മതിയാകൂ. തിരുത്തിയില്ലെങ്കിൽ കൃപയും അനുഗ്രഹവും കിട്ടുകയില്ല. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഈ സമ്പത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. 49-ാമത്തെ സങ്കീർത്തനത്തിൽ മുഴുവനും സമ്പത്തിൻ്റെ നശ്വരതയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ 10-ാമത്തെ തിരുവാക്യം. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ആ സങ്കീർത്തനം മുഴുവനും വായിക്കണം. 49-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ജ്ഞാനി പോലും മരിക്കുന്നെന്നും മണ്ടനും മന്ദബുദ്ധിയും ഒന്നുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും. ജ്ഞാനി പോലും മരിക്കുമെന്നും മണ്ടനും മന്ദബുദ്ധിയും ഒന്നുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും
അവർ കാണും. കർത്താവിൻ്റെ അടുത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഞാനും നിങ്ങളും മരിക്കും. നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്ന ഒന്നും കൂടെ കൊണ്ടുപോവുകയില്ല. ഇനി അത് ആരാണ് അനുഭവിക്കുന്നത് പറയാൻ പോലും പറ്റിയല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നമ്മുടെ തലമുറ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ കൃപ നമുക്ക് കിട്ടണമെങ്കിൽ, സ്വർഗരാജ്യം കിട്ടണമെങ്കിൽ ഒരു കാര്യം നമ്മളെ സങ്കീർത്തനം പഠിപ്പിക്കുന്നുണ്ട്. 37-ാം സങ്കീർത്തനത്തിന് 26-ാമത്തെ വാക്യപ്രകാരമാണ്, അവൻ എപ്പോഴും ഉദാരമായി ദാനം ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്നു, അവൻ്റെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും. പ്രൈസ് ദി ലോർഡ്. വചനം പറയുകയാണ്, അവൻ എപ്പോഴും ഉദാരമായി ദാനം ചെയ്യുകയും. ഉദാരമായി ദാനം ചെയ്യണം. പിടിച്ച് നമ്മൾ ദാനം ചെയ്യുന്നത് പോരാ, ഉദാരമായി ദാനം ചെയ്യണം. അതാണ് ലൂക്ക 6:38, കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലേക്ക് ഇട്ട് തരും. അതാണ് 37-ാം സങ്കീർത്തനം 26-ാം വാക്യം, അവൻ എപ്പോഴും ഉദാരമായി ദാനം ചെയ്യുകയും ദരിദ്രർക്ക് വായ്പ കൊടുക്കുകയും ചെയ്യുന്നു, അവന്റെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സ്വത്തും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബം മാത്രം അനുഭവിക്കുന്ന ശാഠ്യം പിടിക്കരുത്. അത് അനുഭവിക്കാൻ മറ്റുള്ളവർക്ക് കൂടി അവകാശം കൊടുക്കുമ്പോൾ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ തൻ്റെ ജീവിതകാലത്ത് പ്രബോധനങ്ങൾ നടത്തിയപ്പോൾ, കഥകൾ പറഞ്ഞപ്പോൾ വളരെ ശക്തമായി ലൂക്കാസ് സുവിശേഷത്തിൽ 2 കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കഥ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിലാണ്. 12-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, അതിൻ്റെ 15-ാമത്തെ വാക്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. 15-ാമത്തെ വാക്യപ്രകാരമാണ്, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. വചനം പറയുകയാണ്, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും നീ അകന്നിരിക്കണം. കാരണം മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയേണ്ട ഒരു വചനമാണത്. എൻ്റെ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്, കുടുംബ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്, മനുഷ്യൻ്റെ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. എന്നിട്ട് ഈശോ ഒരു കഥ പറഞ്ഞു. നമ്മളെല്ലാം കേട്ട് പരിചയമുള്ള കഥയാണ്. അത് ഭോഷനായ ധനികന്റെ കഥയാണ്. ധനികന് കർത്താവ് കൊടുക്കുന്ന ഒരു നല്ല പേര്, ഒരു പേര് കർത്താവ് കൂട്ടിച്ചേർത്ത് കൊടുക്കുകയാണ്. അവൻ്റെ പ്രത്യേകത ഭോഷനാണ്, ധനികനാണ്, കൂട്ടത്തിൽ ഭോഷനാണ്. ഭോഷനായ ധനികൻ. ടീച്ചർ പറയാണ്, ഒരു ധനവാന്, അവന് ധാരാളം കൃഷിയിടങ്ങൾ, ധാരാളം വിളവ് കിട്ടി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ അറപ്പുരകൾ പൊളിക്കും, ഞാനവ പുതുക്കിപ്പണിയും, ഞാൻ എല്ലാം കൂടെ ശേഖരിച്ചു വെക്കും. എന്നിട്ട് എൻ്റെ ആത്മാവിനോട് പറയും, എൻ്റെ ആത്മാവെ നീ തിന്നുകൂടിച്ച് ആനന്ദിക്കുക, അനേക വർഷക്കാലത്തേക്ക് എല്ലാം ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈശോ ഇപ്രകാരം കൂട്ടിച്ചേർക്കുകയാണ്. ഈശോ പറയാണ്, ആ രാത്രിയിൽ ദൈവം അവനെ വിളിക്കും, ബോഷ, നീ ഇത്രയും കാലം ഈ സമ്പാദിച്ചു വെച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ രാത്രി നിന്റെ ആത്മാവിനെ എനിക്ക് വേണം. എന്നിട്ട് ഈശോ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ 20-21 വാക്യങ്ങൾ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ നമുക്ക് വേണ്ടി നമ്മൾ സമ്പത്ത് ശേഖരിച്ചു വെക്കുമ്പോൾ ഞാനും നിങ്ങളും ഭോഷന്മാരായിട്ട് മാറുകയാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ശവസംസ്കാര ശുശ്രൂഷകൾ സംബന്ധിക്കുമ്പോൾ അതിലൊരു മനോഹരമായ ഗാനമുണ്ട്. പാട്ടിപ്രകാരമാണ്, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്നത് നമ്മൾ ചെയ്ത ദുഷ്കൃത്യങ്ങളും സൽകൃത്യങ്ങളാണ്. അപ്പോൾ ഈ ജീവിതകാലത്ത് എത്രമാത്രം സൽകൃത്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, എത്രമാത്രം നന്മ ചെയ്യാൻ പറ്റുമോ, എത്രമാത്രം നമ്മുടെ സമ്പത്ത് ദാനം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു, അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ കൃപകളും അനുഗ്രഹങ്ങളും സ്വർഗരാജ്യത്ത് നിക്ഷേപം ഉണ്ടാകുന്നത്. നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ കൂടി നമ്മളത് ചെയ്യണമെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈശോ പറഞ്ഞ 2-ാമത്തെ കഥ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായം 19 മുതലുള്ള വാക്യങ്ങളാണ്. ലൂക്കാസ് സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ ഒരു ധനവാനെ കുറിച്ചാണ്. അതിനെങ്ങനെയാണ്? ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അത് നിങ്ങളായിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം.
അവൻ ചെമന്ന് പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് നമുക്ക് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാൻ, ഏറ്റവും നല്ല വസ്ത്രം വാങ്ങിക്കാൻ, ഏറ്റവും നല്ല വാഹനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന വ്യക്തികളായിരിക്കും. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. നമ്മുടെ അയൽപക്കത്ത്, നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ ഇടയിൽ അനേക ലാസർമാർ കാണുമായിരിക്കും. ഒന്നും പങ്കുവെക്കാതെ എല്ലാം സ്വന്തം സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു ദിവസം മരിക്കും. ആ മരണത്തിന് ശേഷം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നരകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ധനവാൻ വലിയ പാപമൊന്നും ചെയ്തില്ല, പക്ഷേ അവൻ്റെ പക്കലുണ്ടായിരുന്ന സമ്പത്ത് അവൻ അത് ദാനം ചെയ്തില്ല, അത് പങ്കുവെച്ചില്ല. ലാസറിനും കൂടെ അവകാശപ്പെട്ടത് അവൻ കൊടുത്തില്ല എന്നുള്ളതാണ് അവൻ്റെ തെറ്റ്. അതുകൊണ്ടാണ് അവൻ നിത്യാഗ്നിയിലേക്ക് എറിയപ്പെടുന്നത്. ലാസർ അബ്രാഹത്തിന്റെ മടിയിൽ സ്വർഗത്തെ ദർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നരകത്തിന്റെ തീയിൽ കിടന്ന് ഈ ധനവാൻ വേദനിച്ചു. ധനവാൻ വേദനിച്ച് ചങ്കുപൊട്ടി പിതാവായ അബ്രാഹത്തോട് പറഞ്ഞു, പിതാവായ അബ്രാഹമേ, ലാസറിനെ അയക്കണമേ, ലാസറിനെ അയക്കണമേ, ഭയങ്കരമായ ചൂടാണ്, തീയാണ്, എൻ്റെ നാവ് തണുപ്പിക്കാൻ ലാസറിനെ അയക്കണമേ. അപ്പോഴാണ് പിതാവ് അബ്രാഹാം പറയണത്, ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു അഗാധമായ ഗർത്തമുണ്ട്, എ ഗ്രേറ്റ് ഗൾഫ് ബിറ്റ്വീൻ അസ്. നമുക്ക് രണ്ടുപേർക്കും മധ്യത്തിൽ ഒരു അഗാധമായ ഗർത്തമുണ്ട്, ഒരു വിടവുണ്ട്. ആ വിടവ് എങ്ങനെ ഉണ്ടായത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിടവുണ്ടായതിൻ്റെ കാരണം ഈ ലോക ജീവിതത്തിൽ ആ വിടവ് നികത്താൻ ദൈവം ധാരാളം അവസരങ്ങൾ, ധാരാളം സന്ദർഭങ്ങൾ, ധാരാളം സമയം തന്നെങ്കിലും നമ്മൾ വിടവ് നിവർത്തിയില്ല. ആ വിടവ് നിവർത്താൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സ്വർഗത്തിൽ പിതാവിൻ്റെ അബ്രാഹത്തിന്റെ മടിയിൽ ലാസർമാരിയ്ക്കുമ്പോൾ സമ്പത്തിൽ ആശ്രയിക്കുകയും സുഖങ്ങൾ ആസ്വദിക്കുകയും ചെയ്ത നമ്മളെല്ലാം ഔട്ടായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിടവ് നികത്താനുള്ള ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങളാണ് ഓരോ നന്മ ചെയ്യാനുള്ള അവസരങ്ങളും. ആ അവസരങ്ങൾ അതിൻ്റെ മാക്സിമത്തിൽ ഉപയോഗിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ഇപ്പോൾ സ്പർശിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള സമ്പത്ത് ഒരുപാട് ദാനം ചെയ്യാനും വായ്പ കൊടുക്കാനൊക്കെയുള്ള കൃപ നിങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഉത്തമയായ ഭാര്യയുടെ അനേക ലക്ഷണങ്ങൾ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 31-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 10-ാമത്തെ തിരുവാക്യത്തിൽ ഒരു നല്ല ഭാര്യ, ഒരു ഉത്തമയായ ഭാര്യ, അവളുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണം ഇതാണ്: അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. കാരണം അവൾക്കറിയാം അവളുടെ തലമുറ, അവളുടെ വംശം, അവളുടെ പങ്കാളി അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ സ്വർഗത്തിൽ നിക്ഷേപം ഇപ്പോൾ തന്നെ കൂട്ടിവെക്കണം. അതിനുവേണ്ടി അവൾ എന്ത് ചെയ്യുന്നു? ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു, പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമ്പന്നരാകാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ള ഈ ഭൂമിയിലെ കുറച്ച് കാലത്തെ ജീവിതം ഏറ്റവും മനോഹരമായി ജീവിക്കാനും അങ്ങനെ സ്വർഗത്തിൽ സമ്പാദ്യം സൂക്ഷിച്ചു വെക്കാനും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു വചനം പറഞ്ഞ് ഈ ശുശ്രൂഷ ഇപ്പോൾ സമാപിക്കുകയാണ്. വചനം ഇപ്രകാരമാണ്: ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായം അതിൻ്റെ 33-ാമത്തെ തിരുവാക്യം. യേശു പറഞ്ഞു, നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വെക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ഇതൾ നശിപ്പിക്കുകയോ ഇല്ല. 34-ാം വാക്യം: നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയവും. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ദൈവമേ, അടിയങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് തന്ന എല്ലാ കൃപകൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. തമ്പുരാനെ, പ്രത്യേകിച്ച് അങ്ങ് ഞങ്ങൾക്ക് ധാരാളം സമ്പാദിക്കാൻ അവസരം നൽകി. ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാർ കഷ്ടപ്പെട്ട സമ്പാദ്യമായിരിക്കും ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോയെ, അതെല്ലാം പങ്കുവയ്ക്കാൻ, ഈശോയെ അതെല്ലാം ദാനം ചെയ്യാൻ, ഈശോയെ മാക്സിമം നന്മ ഈ ലോകകാലത്ത് ചെയ്യുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് കൊണ്ടല്ല ഞങ്ങൾ ധന്യരാകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് 1-ാം സ്ഥാനം അങ്ങയുടെ വചനത്തിനും
അങ്ങയുടെ കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിക്കാൻ കൃപ നൽകണമേ. കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി വചനം കേൾക്കുന്ന എല്ലാ മക്കളും, നമ്മളോ നമ്മുടെ പൂർവികരോ ഈ ധനവാനെ പോലെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും താഴ്മയോടും എളിമയോടും കൂടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള കൃപ നമ്മളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇപ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, മനസ്സിൻ്റെ ഭാരങ്ങൾ വിട്ടുപോകട്ടെ, അഭിഷേകം നമ്മളിലേക്ക് നിറയട്ടെ, മനസ്സ് സമ്പത്തിൽ നിന്ന് പറിച്ചു മാറ്റി യേശു ക്രിസ്തുവിൽ ഉറപ്പിക്കാനുള്ള കൃപ നമ്മളിലേക്ക് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനത്തെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ഈശോയെ, ഒന്നാം സ്ഥാനം നിനക്കും നിന്റെ രാജ്യത്ത് നൽകാൻ കൃപ നൽകണമേ. ഏറ്റവും അധികം നന്മ ചെയ്ത് വിശുദ്ധരായി ജീവിക്കാൻ കൃപ നൽകണമേ. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ സമ്പന്നരായി മാറുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ജനത്തെ അഭിഷേകം ചെയ്യണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി. Praise the Lord. Hallelujah, Maranatha. Come, Lord Jesus. നമ്മുടെ മുമ്പിൽ 7 വിളക്കിൻ്റെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന രാജാതിരാജനായ കർത്താതികർത്തനായ യേശുക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ ഹൃദയം സമ്പത്തിൽ ആശ്രയിക്കുന്നൊരു ഹൃദയമായിരിക്കാം. അതെല്ലാം കർത്താവിന് സമർപ്പിച്ച് കർത്താവിൻ്റെ സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള ആഗ്രഹം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസം കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാം. അവിടുത്തെ ശക്തിയും അവിടുത്തെ അഭിഷേകങ്ങളും അവിടുത്തെ കൃപകളും ഇവിടെ സകല ജീവിതങ്ങളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി എല്ലാവരും കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് യേശു കർത്താവ് കടന്നു വരുന്ന അത്ഭുതകരമായുള്ള സമയമാണല്ലോ ഇത്. നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്ന അതിശയകരമായിട്ടുള്ള സമയമാണല്ലോ ഇത്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് യേശുവിൻ്റെ ശക്തി നിറയപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള നിമിഷങ്ങളാണല്ലോ ഇത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് തൻ്റെ കരം നീട്ടി സ്പർശിക്കുന്ന സമയമാണല്ലോ ഇത്. നമ്മുടെ ജീവിതങ്ങളിലെ എല്ലാ സങ്കടങ്ങളെയും സകല തകർച്ചകളെയും സകല ഭാരങ്ങളെയും സകല പ്രയാസങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള നിമിഷങ്ങളിൽ യേശുവിനെ ആരാധിച്ച് അവിടുത്തെ സ്പർശനവും അവിടുത്തെ സൗഖ്യവും അവിടുത്തെ കൃപകളും നമ്മൾ സ്വന്തമാക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല വ്യക്തികളും സകല കുടുംബങ്ങളും സകല തലമുറകളും സകല വംശങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ കരങ്ങൾ യേശുവിൻ്റെ പക്കലേക്ക് ഉയർത്തി ജീവനോടെ യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവിനെ ആരാധിച്ചു കൊള്ളുക. അവിടുത്തെ ശക്തിയും അവിടുത്തെ അഭിഷേകവും അവിടുത്തെ കൃപകളും നിങ്ങളുടെ എല്ലാ ജീവിതങ്ങളിലേക്കും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, രോഗികളെ സുഖപ്പെടുത്തണമേ, ആലംബഹീനരെ ആശ്വസിപ്പിക്കണമേ. യേശുവേ, ദാരിദ്ര്യം അങ്ങ് മാറ്റണമേ. യേശുവേ, ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. Hallelujah, Maranatha. എൻ്റെ പേര് സീന. ഞാൻ ശീങ്കരയാണ് എൻ്റെ വീട്. ഞാൻ ശീങ്കര സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് നവംബർ മാസം തുടങ്ങി വയറുവേദനയായിരുന്നു. അപ്പോൾ കുറേ ആശുപത്രികളിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അൾസറിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ പറയുന്ന പോലെ എനിക്ക് ലക്ഷണങ്ങളൊന്നുമില്ല, വയറ് ചൊറിയുന്നോ എരിയുന്നോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയും 5 ആഴ്ച കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ചിട്ട് വാ, പിന്നെ വേറെ മരുന്ന് തരും. അങ്ങനെ ഞങ്ങൾ മൗലാനെ പോയി. മൗലാനെ പോയപ്പോഴും അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ ഛർദി ഒന്നും കഴിക്കാൻ പറ്റില്ല, എന്ത് തിന്നാലും ഛർദിക്കും. അങ്ങനെ ഞങ്ങൾ പാലന ആശുപത്രിയിൽ പോയി. അവിടെ ടെസ്റ്റ് ചെയ്തു. വയറിൽ കുടലിൽ പഴുപ്പായിരുന്നു, പിന്നെ തൈറോയിഡും ആയിരുന്നു. അങ്ങനെ മമ്മി ഇവിടെ മാർച്ച് മാസത്തിൽ വന്നിട്ട് ധ്യാനം കൂടി. ആദ്യ വെള്ളിയാഴ്ച വന്നിട്ട് ഇവിടെ ധ്യാനം കൂടി. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു എന്ത് തിന്നാലും ഛർദിക്കുകയും വയറുവേദനയുള്ളൊരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു എന്ന്. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു അത് എൻ്റെ മോളായിരിക്കുന്നു. എന്നിട്ട് ഞാൻ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. ഞാൻ 3 മാസം കിടപ്പായിരുന്നു. എനിക്ക് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു, എന്ത് തിന്നാലും ഛർദിക്കും. അങ്ങനെ മമ്മി വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ചിലപ്പോൾ നീ ആയിരിക്കും സൗഖ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു ചിലപ്പോഴല്ല, അത് ഞാൻ തന്നെ സൗഖ്യപ്പെട്ടെന്ന്. പിന്നെ ഇതുവരെ ആ കുടലിൽ പഴുപ്പ് വന്നിട്ടില്ല. ഹല്ലേലൂയ. കയ്യടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടലിന് പഴുപ്പ് വന്ന് എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുന്ന അവസ്ഥയായിരുന്നു. അത് അന്ന് തൊട്ട് മാറി. പിന്നെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നല്ല സൗഖ്യം തോന്നണല്ലേ? പിന്നെ തൈറോയിഡാണ്. ഡോക്ടർമാർ പറഞ്ഞു മരുന്നും കൊണ്ട് മാറില്ല, അത് ഓപ്പറേഷൻ ചെയ്ത് കളയണം.
തൈറോയ്ഡ് കൂടിയ അവസ്ഥയാണ്, അതുകൊണ്ട് അവരൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭക്ഷണം കഴിക്കാനോ വർത്തമാനം പറയാനോ പറ്റില്ലായിരുന്നു. ആദ്യത്തെ ദിവസം ഇവിടെ വന്നിട്ട് വെഞ്ചരിപ്പിന്റെ സമയത്ത് ഞാൻ ഉറക്കെ സ്തുതിച്ചു. അപ്പൊ എന്റെ തൊണ്ടയിലെ വേദനയെല്ലാം മാറി. ഇപ്പം വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത്ഭുതകരമായി വിടുതൽ നൽകി അനുഗ്രഹിച്ച് കൈയടിച്ച് നന്നായിട്ട് കൈയടിച്ച് സ്വയം മാറ്റപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. പോരാ പോരാ, ശക്തിയോടെ കരങ്ങളടിച്ച് ഇടത്തോട്ട് വലത്തോട്ട് അനങ്ങി. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. നന്നായി കരങ്ങളടിച്ച്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമ സന്തത കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എൻ്റെ പേര് ജോസഫ്. ഞാൻ അങ്കമാലി അടുത്തുനിന്ന് വരുന്നു. എൻ്റെ കയ്യിന് ഒരു മുഴയുണ്ടായിരുന്നു. അത് കുറേ നാളായിട്ടുള്ളതായിരുന്നു, കുറേ വർഷങ്ങളായിട്ടുള്ളതായിരുന്നു. ഡോക്ടറിനെ പോയി ചെക്ക് ചെയ്തപ്പോൾ എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ 2 ബോൺസ് തമ്മിൽ അകൽച്ചയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഈ ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. 2ാമത്തെ ദിവസം എൻ്റെ മനസ്സിൽ കയ്യിലേക്ക് നോക്ക്, കയ്യിലേക്ക് നോക്ക്, കയ്യിലെ മുഴയിലേക്ക് നോക്കെന്ന് പറയണ്ടായിരുന്നു. നോക്കുമ്പോൾ ആ മുഴ കാണാനില്ല. എത്ര നാളായിട്ടുള്ള മുഴയാണ്? ചെറുപ്പം മുതലുള്ളതാണോ? അല്ല, 2ാം ക്ലാസ് 2ാം ക്ലാസ് മുതൽ. ഇപ്പം എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 8. ഏത് സ്കൂളിലാണ് പഠിക്കണേ? പ്രൈസ് ദി ലോർഡ്. ഇപ്പം 8ാം ക്ലാസ് 2ാം ക്ലാസ് മുതലുള്ള ആ ബോൺസ് തമ്മിലുള്ള ഒരു പ്രശ്നം നിമിത്തമുള്ള മുഴയാണ്. ബോൺസ് എന്ന് പറഞ്ഞാൽ അസ്ഥികൾ തമ്മിലുള്ള ചില അകൽച്ച നിമിത്തമുള്ള ചില മുഴകളൊക്കെയാണ്. അതാണ് ആ സ്തുതിപ്പിൻ്റെ ആദ്യത്തെ ദിവസം സ്തുതിപ്പിൻ്റെ സമയത്ത് മാറി. എന്നിട്ട് ഈശോ ഒരു സ്വരം കേൾപ്പിച്ച് കൊടുക്കുകയാണ്, കയ്യിലേക്ക് നോക്കും, മുഴയിലേക്ക് നോക്കും, മുഴയിലേക്ക് നോക്കുമ്പോൾ മുഴ എവിടെ കാണാനാണ്? പ്രൈസ് ദി ലോർഡ്. വലിയ സന്തോഷത്തോടെ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കാം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. പാട്ടുപാടി അവിടുന്ന് നല്ലവനാണല്ലോ. ആവർത്തിച്ച് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണല്ലോ.